السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഉളുഹിയത്തുമായി സംബന്ധപ്പെട്ടായിട്ട് ഇന്ന് ഞങ്ങളെ ക്ലാസ്. ഉളുഹിയത്ത് കൊടുക്കണമെങ്കിൽ ഏത് മൃഗത്തെ കൊടുക്കണം, എത്ര കൊടുക്കാം, ഞങ്ങൾ കൗത്ത് കറിയാക്കമ്മ, അതുപോലെ ഈ മൃഗത്തെ ഉളുഹിയത്ത് എങ്ങനെ നിയത്ത് വെക്കണം, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചുള്ള ചെറിയ നിലക്കൊരു ക്ലാസ് ആയിട്ട്. ഉളുഹിയത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ട് പെരുന്നാളിനുണ്ട്. അത് തീരി അവനക്ക് കൊടുക്കൽ സുന്നത്ത് മുഅക്കദാൻ, ശക്തിയായ സുന്നത്ത്. തീരുടെയും ചൊന്നെങ്കിൽ പെരുന്നാളിന്റെ കറച്ചക്ക് തക്ക ഇന്നിട്ട് പെരുന്നാളിൻ്റെ ജാവും പോലും തക്ക അവന്റെ കയ്യിൽ ഇന്നിട്ട് ഒരു ഉളുഹിയത്ത് കൊടുക്കോ തക്ക അവൻ്റെ സമ്പത്തുണ്ട് കണ്ടെങ്കിൽ അവൻ ഉളുഹിയത്ത് കൊടുക്കണം. ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഓരോരുത്തരെ തൊട്ടും ഉളുഹിയത്ത് കൊടുക്കണം. അവൻ്റെതും അവന്റെ പെഞ്ഞതും അവന്റെ മക്കളതും. അത് സാധ്യമില്ലെങ്കിൽ യജമാനം കൊടുത്തതിന് കണ്ടെങ്കിൽ ആ ഫാമിലി ഉളുഹിയത്ത് ഉപേക്ഷിച്ച ആ കറാഹത്ത് ആ ഫാമിലിക്ക് വേണ്ടില്ല. ഫാമിലി ചെന്നെങ്കിൽ അവനും അവന് ചെലവ് കൊടുക്കുന്ന നിർബന്ധമായി അവന്റെ പെഞ്ഞയും മക്ക. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് വർഷം 100 ആടായിട്ട് അറുത്തു കൊടുത്തത്, ഒന്നല്ല 100. അതിൽ 63 മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് തന്നെ അറുത്തത്, നബിയുടെ തങ്ങളെ ബേസ്. പിന്നെ ബാക്കി 34 അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചിട്ട്. മാത്രമല്ല അലി ഇബ്നു അബി താലിബിന്റെ വസിയത്താക്കിയിട്ടുമെന്ന് എന്റെ വഫാത്തിൽ പിന്നെ നീ ഉളുഹിയത്ത് കൊടുക്കണമെന്ന്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ തൊട്ട് നല്ല കൊമ്പുള്ള ജണ്ട് ആടായിട്ട് ഉളുഹിയത്ത് തങ്ങളെ വഫാത്തിൽ പിന്നെ എല്ലാ വർഷവും കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഉളുഹിയത്ത് വളരെ ശക്തിയായ സുന്നത്തായിട്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നെതിരെ തങ്ങള് 100 ആട്, ഒന്നല്ല 100 ആട്. നബി തങ്ങളെ ഇൻകമോ വലിയ സ്വത്തും സമ്പത്തൊന്നും മരിക്കുമ്പത്ത് കൂടെ ബാക്കി വെച്ച് പോയിട്ടില്ല. അപ്പൊ അത്രക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന് വേണ്ടി ചെലവാക്കിയത്, ഇബാദത്തിൽ ചെലവാക്കിയത് എന്നെങ്കിൽ അത് വലിയൊരു സംഖ്യ ആയിട്ടിക്കത്, വലിയൊരു ചെലവാക്കലായിട്ടിക്കത്. അപ്പൊ 100 ആടായിട്ട് കൊടുത്തത് വഫാത്തര വർഷം. എന്നിട്ട് അലി ഇബ്നു അബി താലിബിന്റെ എല്ലാ വർഷവും കൊടുക്കുക വസിയത്താക്കി. അപ്പൊ മരിച്ചങ്ങളെ സംബന്ധിച്ച് ഉളുഹിയത്ത് അങ്ങനെ വസിയത്തിനെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഉളുഹിയത്ത് കൊടുക്കുകയല്ല. പക്ഷെ ദ്വാരക്ക അങ്ങനെ യാസീനോദി ദ്വാരക്കല്ലേ, പടച്ചവന് ഇതിലെ സവാബിന് ഞങ്ങൾക്ക് കൊടുണ്ട് എന്നതുപോലെ നമുക്ക് ദ്വാ ചെയ്യാം. അള്ളാഹു ഇതിലെ സവാബ് നക്ക് തരും പോലെ എൻ്റെ ബാപ്പ കൊടു, ഉമ്മ കൊടു, എന്നെ ഇന്ന മരിച്ച വ്യക്തി കൊടു എന്നൊക്കെ ദ്വാരക്കാം. അത് ചെയ്യാം. അത് ഏതൊരു ഇബാദത്ത് ചെയ്തിട്ടും അതിൽ പിന്നെ അതിലെ സ്വഭാവ് നമുക്ക് കിട്ടും പോലെ മരിച്ചങ്ങൾക്കും കിട്ടുക വേണ്ടി ദ്വാരക്കാം. ഇനി ഈ ഉളുഹിയത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ചൊന്ന കൊടുക്കുക തീരിയവൻ താക്കത്തുള്ളവനക്ക് കൊടുക്കൽ സുന്നത്താണ്, സുന്നത്ത് മുഅക്കദാണ്. ഇനി ഞങ്ങൾ പോണ്ടത് ഈ ഉളുഹിയത്തിനെ അത് സ്വഹിയാവണമെങ്കിൽ ആട് പയ്യ് വണ്ട് ഇതിൽപ്പെട്ട ഒന്ന് നീയത്തോടു കൂടെ ഉളുഹിയത്തിനെ സമയത്ത് അറുക്കണം. നീയത്ത് നിർബന്ധം, അറുക്കടയ്ക്ക് മുന്നൽ നീയത്ത് വേണം. ഇതിനെന്റെ സുന്നത്തായ ഉളുഹിയത്ത് എന്ന് നീയത്ത് കരുതണം. അങ്ങനെ നീയത്ത് അറുക്കടയ്ക്ക് മുന്നറാവണം. ഇറച്ചി കൊടുക്കുമ്പല്ല, ഇറച്ചി കൊടുക്കുമ്പോഴല്ല, അറുക്കടയ്ക്ക് മുന്നൽ നീയത്ത് വേണം. എന്നാൽ അറുക്കട നേരത്ത് വേണം, അല്ലെങ്കിൽ മുന്നലായിട്ട് നീയത്ത് വെച്ചോളണം. ഇനി അറുത്തു കൊടുക്കണം, നീയത്ത് വെക്കണം. ഈ 2 സാറായിട്ട് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ നീയത്ത് വെക്കുകയും അറുത്തു കൊടുക്കുകയും താക്കത്തുള്ള ആളുമാരെ, അതായത് മുസ്ലിമായ മുക്കല്ല തമീസുള്ള ഒരു മനുഷ്യരെ അറുത്തു കൊടുക്കുക വേണ ഏൽപ്പിക്കാൻ. നന്റെ ഉളുഹിയ നീന് നീയത്ത് വെച്ചിട്ട് നീനെ കൊടുക്കും. 2 സ്ഥലത്തായിട്ട് ഇവിടെ ഏൽപ്പിച്ചത്, നീയത്ത് വെക്കവും അറുത്തു കൊടുക്കവും. പിന്നെ ഞാന് നീയത്ത് വെച്ച് വേണ്ടിട്ട് അറുത്തു കൊടുക്കുക ഏൽപ്പിക്കുക, അതും ആക്കാം. നീയത്ത് ഞങ്ങൾക്കും വെച്ചാല, അല്ല ഞങ്ങൾ വെക്കില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഹയാത്തുള്ള ആരെ തൊട്ടും ഉളുഹിയത്ത് കൊടുക്കണമെങ്കിൽ അവന്റെ അനുമതി വേണം. മക്കളെ തൊട്ട് കൊടുക്കുക, ചെറിയ മക്കളെ തൊട്ട് ബാപ്പക്ക് കൊടുക്കുക. അല്ലാത്തങ്ങനെ ഉളുഹിയത്ത് കൊടുക്കണമെങ്കിൽ അനുമതി ഇല്ലാണ്ട് കൊടുക്കുക.
മരിച്ചവരെ തൊട്ട് വസിയത്തിനെങ്കിൽ കൊടുക്കുക, അത് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാക്കാവില്ല ആണ് പാട്ടത് വിവരിച്ചതായിട്ടിരിക്കണം. ഇനി നമുക്ക് മൃഗത്തിന് സംബന്ധിച്ച് പോവാം. ഉലുഹിയത്ര മൃഗം ആട്, പയ്യ്, വണ്ട. 4 റായത്ത് കിട്ടുന്നത് ആട്, ಅದಕ್ಕೆ 2 ವರ್ಷ ആയിട്ടേ വേണം. പയ്യ് 2 വർഷമാണ്. പയ്യും ചൊല്ലത് ബോരി, ആട്, ഗോന എല്ലാം ആടല്ല, ഗോന, പയ്യ് ഈ ജാതിയിൽപ്പെട്ടത് ആണും പെണ്ണും അതാവാം. ആട്, പയ്യ് ഈ 2 വിഭാഗമായിട്ട് ഞങ്ങളിൽ കിട്ടുക. വണ്ട 4 റായത്ത് കിട്ടില്ല, വണ്ടക്ക് 5 വർഷമാണ്. ആടുകും പയ്യകും 4 റായത്ത് കിട്ടുന്നതൊക്കെ 2 വർഷം ആവണം. ഇനി ഞങ്ങൾക്ക് ഇതിൽ ശ്രേഷ്ഠമായത് ഏത് എന്നുള്ളതായിട്ട് പിന്നെ ഞങ്ങൾ വിവരിക്കുന്നത്. ശ്രേഷ്ഠമായത് ഒരാളെ തൊട്ട് 7 ആട് കൊടുക്കുക എന്നുള്ളതാണ്. അവന്റെ തൊട്ട് 7 ആട്, അവന്റെ പെഞ്ഞേരുത് 7 ആട്, അവന്റെ മോണ്ടത് 7 ആട്, ഇങ്ങനെ ഓരോരുത്തരെ തൊട്ട് 7 ആട് കൊടുക്കുക എന്നുള്ളതായിട്ട് 1ാമത്തെ സ്ഥാനത്തുള്ളത്. 2ാമത്തെ സ്ഥാനത്തുള്ളത് വണ്ട. അതിൽ പിന്നെ പൈ ജാത്തിൽപ്പെട്ടത്, അതായത് ഗോണ, എറുമ, ബോരീത്. പിന്നെ ആട്. അതിൽ പിന്നെ ആയിട്ട് എന്താ ഒരു പിന്നെ വണ്ടയിലുള്ള വണ്ടയുടെ ഏലിൽ കൂടിയല്ല, പൈയുടെ ഏലിൽ ഒരു ഓതിയിൽ കൂടിയല്ല. 7 ഓതി ആവണിട്ടില്ല ചൊന്നനാണ്. 2 ആൾ കൂടിയിട്ടും കൊടുക്കാം, 3 ആൾ കൂടിയിട്ടും കൊടുക്കാം, 7 ആൾത്തോളം കൊടുക്കാം. അപ്പൊ ഇതായിട്ട് അപ്പൊ ഈ 7 കൂട്ടാനായിട്ട് നല്ലത് സ്വന്തം ഒരു ആടെടുത്ത് കൊടുക്കത്തിരി, അത് തന്നെയല്ലേ. അപ്പൊ ഉലുഹിയത്ര മൃഗം ഇത് നല്ല ദപ്പവും പുഷ്ടിയും ആരോഗ്യമുള്ള മൃഗാവണം. അതിലേറ്റവും നല്ലത് ആണ്. മൃഗത്തെ കുറിച്ചായി ആണായിട്ട് പെണ്ണും ആവാം എന്നല്ലേ. അത് ഈ പിന്നെ കൈക്കാലും മുടന്തുള്ള മൃഗാവില്ല. അതുപോലെ ഈ പിന്നെ വയസ്സായിട്ട് നടക്കോ തീരല്ല, അലക്ക മെലിഞ്ഞൊട്ടി വീട്, ഇതും ആവില്ല. കണ്ണിടെ കാഴ്ച നഷ്ടപ്പെട്ടതാവില്ല, രോഗം പിടിച്ചതാവില്ല, ചൊരി പിടിച്ചത് അല്പം പോലും ആവില്ല. പിന്നെ ഗർഭിണിയോ കുഞ്ഞിട്ടിട്ടോ കുറെ ടൈമേ ആയിട്ട് അങ്ങനെയുള്ളതൊന്നും ഉദുഹിയത്തുക ആർക്കോ തീരാം. അതുപോലെ ശരീരത്തിൽ നിന്ന് കാതോ ബീലമോ അതിലെ അകിടോ അത് മുറിച്ചെടുത്തതൊന്നും ആവില്ല. പിന്നെ വയസ്സായിട്ട് പല്ലെല്ലാം താന്നു പോയിട്ട് അതും ആവില്ല. ഏറ്റവും നല്ലത് ആണ് മൃഗം, നല്ല കൊമ്പുള്ള ദപ്പ പുഷ്ടിയുള്ള ആണ് മൃഗത്തെ അടുക്കുക എന്നതായിട്ട് ഏറ്റവും നല്ലത്. വെളുത്തതായിട്ട് 2ാമത്തത് മഞ്ഞ കളറായിട്ട് തവിട് കളർ, ഇങ്ങനെ ആയിട്ട് കളറിൽ ഏറ്റവും നല്ലത് എന്നുള്ള. അപ്പൊ ഈ ആണ് മൃഗത്തെ അറുക്കാൻ ചൊല്ലുമ്പോ പെണ്ണും ആവിടുക. ചില ആൾമാർ കസിയാക്കിയതാണ് ആവിടും. കസിയാക്കിയത് ഇറച്ചി, അതുകൂടെ ഇറച്ചി ആയിട്ട് പ്രധാനം. അപ്പോ ഇറച്ചിയുടെ ഭാഗത്ത് ഇപ്പൊ കാത് ബീല ഇതുപോലത്തെ ഒന്നും മുറിച്ചെടുത്തെങ്കിൽ ആവില്ല. ഇപ്പൊ അതിങ്ങനെ കത്തരിച്ച് പൊട്ടുന്ന തന്ത്രമില്ല. അതിൽ നിന്ന് ഒരു ഇറച്ചിയുടെ ഒരു ഭാഗം പോയിട്ടുണ്ടെങ്കിൽ അത് ഉലുഹിയത്തുക ആവില്ല എന്നുള്ളത്. കൊമ്പൊടഞ്ഞെങ്കിൽ പ്രശ്നമില്ല. കൊമ്പ് പൊട്ടിപ്പോയെങ്കിൽ വില വിഷയം എന്തോ അല്ല. ഇനി അപ്പൊ ഉലുഹിയത്ര മൃഗ ഏത് എന്നുള്ളത് നമുക്കായിട്ട്. ഇനി ഉലുഹിയത്തിലെ ഇറച്ചി അതെന്താക്കണം എന്നുള്ളത്. ഉലുഹിയത്ര ഇറച്ചി നമ്മൊന്ന് മനസ്സിലാക്കണം. ഉലുഹിയത്ത് സുന്നത്തായിട്ടില്ലേ. ഇതിനെന്റെ ഉലുഹിയത്ത് ഓർത്ത ചൊന്നേൻ കണ്ടെങ്കിൽ അത് ഫർദോ സുന്നത്തോ. ചിലത് പലക്ക കൊണ്ട് ഫർദായി പോണ്ട്, ഫലക്കത്ത് കയറ്റിക്കിട്ട് ബല. അപ്പൊ ഇതിനെന്റെ ഉലുഹിയത്തും ചൊല്ലുമ്പോ അത് ഫർദായ ഉലുഹിയത്തോ സുന്നത്തായ ഉലുഹിയത്തോ അത് ഫർദിയുടെ ഭാഗത്ത് പെട്ടുണ്ടായിട്ട് പണ്ഡിതന്മാർ ചൊല്ല. അതുകൊണ്ട് ഞങ്ങൾ നീയത്ത് വെക്കുമ്പോ ഇതിനെന്റെ സുന്നത്തായ ഉലുഹിയത്ത് നീയത്ത് വെക്കാം. ഇത് ഫർദായി പോയെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല. ഫർദായും ഫർദ് കൂലി ജാസ്തിയല്ലേ. ഇപ്പൊ നേർച്ചയാക്കെങ്കിൽ ഫർദാവുള്ളൂ. ഇനിയിപ്പോ ഇതിനെന്റെ ഉലുഹിയത്ത് ചൊന്നെങ്കിലും അത് ഫർദിയുടെ ഭാഗത്തിലെ പെട്ട്. അപ്പൊ അതുകൊണ്ട് എന്താക്കണം, സുന്നത്തായ ഉലുഹിയത്ത്, ഇതിനെന്റെ സുന്നത്തായ ഉലുഹിയത്ത് എന്ന് നിയത്താക്കണം. അപ്പൊ സുന്നത്ത് എന്നതോട് വിട്ടുപോയെങ്കിൽ അത് ഫർദിലായിട്ട് പെട്ടത്. അപ്പൊ ഇതിലൊരു ഡിഫറൻസ് എന്തിനെ കേട്ടെങ്കിൽ ഫർദായ ഉലുഹിയത്തിലെ ഇറച്ചെല്ലാം ഫക്കീർ മിസ്കീന് കൊടുക്കണം. ഫക്കീർ മിസ്കീൻ ചൊന്നെങ്കാറ്
ഫക്കീർ മിസ്കീനും ചെന്നെങ്കിൽ പിന്നെ ഫക്കീർ ചെന്നെങ്കിൽ അവൻ നയിച്ചത് എവിടെയും മെയ്യാവില്ല. അവൻ്റെ സ്വത്തും ഇല്ല, അല്ലെങ്കിൽ സ്വത്തുണ്ട് അത് എവിടെയൊക്കെ പാതിരി പോകണം, അവനക്ക് ಖರ್ಚಿಗೆ മെയ്യാവില്ല നാൾക്ക്. ഓൻ ഫക്കീർ. മിസ്കീൻ ഔടേക്ക് ഭർത്തി തെല്ല് കൊറടി അവിടെ അവന് യാറാവില്ല. ഓൻ നയിച്ചത് അവനക്ക് മെയ്യ അവിടെ ഇല്ലേണ്ടുള്ളതായിട്ട് നോക്കട്ടെ, ഓൻ മിസ്കീൻ. അപ്പൊ ഈ ഉളുഹിയത്ത് ഇറച്ചി ഫക്കീർ മിസ്കീന്മാർക്ക് മാത്രം കൊടുക്കണം. ഏത് നേർച്ചയാക്കിയതാണെങ്കിൽ, ഫർളായതാണെങ്കിൽ അതിൽ നിന്ന് ഒന്നും ഞങ്ങൾക്ക് എടുക്കുകയുള്ള അധികാരം വയ്ക്കില്ല. സുന്നത്തായ ഉളുഹിയത്ത് എന്ന നിയത്താക്കിയെങ്കിൽ ഞങ്ങൾക്കും അതിൽ നിന്നൊരൽപ്പം തിന്നാം. അപ്പോ ഇതിനെ ഉളുഹിയത്ത് ചൊന്നൻ കണ്ടെങ്കിൽ അത് ഫർളായിട്ട് കിട്ടപ്പെട്ടു. അപ്പൊ സുന്നത്തിനുണ്ടാകുമ്പോ ഇതിനെ സുന്നത്തായ ഉളുഹിയ എന്ന് നിയത്താക്കണം. ഇനി സുന്നത്തായ ഉളുഹിയാന്റെ നിയത്താക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഔത്രങ്ങുകളെ തിന്ന ഫക്കീർ മിസ്കീനുകൾ അല്പം കൊടുക്കണേ. ഏത് ഉളുഹിയത്താണെങ്കിലും ഫർളെങ്കിൽ ഫക്കീർ മിസ്കീനിക്ക് എല്ലാം കൊടുക്കണം. സുന്നത്താണെങ്കിൽ ഒരൽപ്പം ഫക്കീർ മിസ്കീന്മാർക്ക് തെല്ല് കൊടുക്കണം. ബാക്കിയുള്ളത് ഞങ്ങൾക്ക് തിന്ന. ഉടർക്കാര്യം ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഫക്കീർ മിസ്കീന്മാർക്ക് ഉളുഹിയത്തിറച്ചി ബിക്കുള്ള അധികാരമുണ്ട്. ബിക്കോല്ല അധികാരം ചെന്നെങ്കിൽ ഈ ഉളുഹിയത്ത് അർക്കിടങ്ങ ഒന്നും ബിക്കോ തീര, എന്തും ബിക്കോ തീര. ഇതിൽ നിന്ന് ഒരൽപ്പം പോലും ബിക്കുക അർത്ഥവനക്ക് സമ്പലായിട്ടോ കൊടുക്കുക തീര. അതെല്ലാം ഇത് വേറെമേ കൊടുക്കണം. ഉളുഹി അർത്ഥങ്ങളെ സമാക്കോബേന അങ്ങ് 1 കിലോ 2 കിലോ ഇറച്ചി ജാസ്തി കൊടുക്കണ, അല്ലെങ്കിൽ ഇറച്ചി കൊടുത്തിട്ട് സമാക്കടെ, തോല് കൊടുക്കട്ടെ, ഇതൊന്നും ചെയ്യുക തീര. അർത്ഥങ്ങൾ അങ്ങനെ സമ്പലം കൊടുത്ത് അത് വേറെമേ സെറ്റിലാക്കണം. ഉളുഹിയത്തിലെ ഇറച്ചി ഞങ്ങൾക്ക് ബിക്കുകയും അധികാരം ഇല്ല. ഞങ്ങൾ അത് സദക്കയാക്കുകയല്ലേ ഞങ്ങൾ ഉളുഹിയത്ത് കൊടുക്കല്. അപ്പൊ അതെല്ലാം സദക്കയാക്കണം. ഞങ്ങൾക്ക് തിന്ന സുന്നത്തായ ഉളുഹത്താണെങ്കിൽ ഞങ്ങൾക്ക് തിന്ന. ഫക്കീർ മിസ്കീൻ അല്ലാത്തങ്ങും അത് മുസ്ലിമീങ്ങൾക്ക് തിന്ന. മുസ്ലിം അല്ലാത്തങ്ങൾക്ക് അതിൽ വേപ്പാട്ടിട്ടോ പച്ചയോ ഒന്നും കൊടുക്കത്തീര. അപ്പൊ അങ്ങനെ ഔത്തുക്ക് പണ്ട് അല്ലെങ്കിൽ അങ്ങനെ മുന്നോലെ വന്നോണ്ടുള്ള അങ്ങനെ വേറെ എന്തെങ്കിലും കറിയാക്കി കൊടുക്കും, വേറെ ഇറച്ചി കറിയാക്കി കൊടുക്കും, തൊന്തരയില്ല. ഉളുഹിയത്ര ഇറച്ചി മുസ്ലിമീങ്ങൾക്ക് മാത്രമായിട്ട് അതൊരു ഇബാദത്തുമായി സംബന്ധപ്പെട്ട വിഷയമായിട്ട്. അപ്പൊ ഈ ഉളുഹിയത്ര ഇറച്ചി ಮೊದಲ ಫಕೀರ್ ಮಿಸ್ಕೀನ್ ಅಲ್ಲಾತಂಗ ತಿನ್ನ ಕರಿಯಾಕ ಅವತ್ತು ಗಮ್ಮತ್ತಾಕ ಪಿನರವತ್ತು ಬಂದಪ್ಪ ಕೊಡಕ ಸುನ್ನತ ಇದ್ರದೊಕ್ಕೆ. പക്ഷേ ബിക്കുകവല്ല. ഇപ്പൊ നക്ക് നങ്ങ ഫക്കീറും അല്ല മിസ്കീനും അല്ല വെക്ക, നങ്ങ കുറെ ഇറച്ചി കിടുത്ത് അതാ വേറെ ഫക്കീർ മിസ്കീന്മാർക്ക് കൊടുക്ക എന്നല്ലാണ്ട് ബിക്കുക അധികാരം നക്കിക്കില്ല. അധികാര ഫക്കീർ മിസ്കീനുകൾ മാത്രം അധികാരമില്ല, അങ്ങക്ക് ബിക്ക. അപ്പൊ ഒരു ഫക്കീർക്ക് കുറെ ഉളുഹിയത്ര ഇറച്ചി കിടുത്ത് ഒന്ന് വേണ്ട, ഒന്ന് ബിക്കവുള്ള അധികാരമുണ്ട്. എന്നാ ഞങ്ങ എത്ര ഇടത്തോള എന്നായിട്ട് സാധാരണ ചോദ്യം പണ്ടേ ഉളുഹിയത്ത് ഞങ്ങൾക്ക് എത്ര കറിയാക്കുന്നു. ഉളുഹിയത്ത് ആക്രേന്ദ്രയ്ക്ക് ഞങ്ങൾ കൊടുക്കുകയല്ലേ. അപ്പൊ എല്ലാം സദക്കയാക്ക എന്നതായിട്ട് ഏറ്റവും നല്ലത്. അതിലെ ലിവറിൽ നിന്ന് ഒരല്പം ഔത്തരങ്ങൾ തിന്നുക സുന്നത്തുണ്ട്, ബാക്കിയുള്ളതെല്ലാം സദക്കയാക്ക. ഇതായിട്ട് വേണ്ടത്. ഞങ്ങ ഒരു 25 കിലോ പണ്ട് ഒരു ആടർത്തിട്ട് അതിൽ 15 കിലോ ഞങ്ങൾ ഔത്ത് വെക്കണമെങ്കിൽ അതിപ്പോ ആവില്ലാണ്ടില്ല. സുന്നത്തായ ഉളുഹിയത്തിൽ അത് സഹിയാവോ? ആവില്ലാട്ടെന്തില്ല. അതേ സമയത്ത് ഞങ്ങൾ എന്തരേക്ക് ഇത് കൊടുക്കുക ഞങ്ങൾ ഉളുഹിയത്താക്കരേമ അല്ല ഞങ്ങൾ ഔത്ത് കറിയാക്കുക. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ കൊരി ഇറച്ചി കൊടുക്കുന്ന മീയാവില്ല. അപ്പൊ എല്ലാം കൂടി സദക്കയാക്കണം. ലിവറുടെ ഭാഗത്തിൽ അല്പം ഞങ്ങൾ കറി വെക്കാം. ഇന്ന് അങ്ങനെയല്ല, പുറത്തെല്ലാം ഔത്ത് വെച്ചോളൂ, അതും പ്രോബ്ലം ഇല്ല. എന്നല്ലാണ്ട് കൂടുതൽ ഭാഗവും ഞങ്ങൾ വെച്ചിട്ട് ഒരു തെല്ല് സദക്കയാക്കല് അങ്ങനെയല്ല. അതിപ്പോ ആവില്ലാട്ടല്ല ചൊല്ലത്. ഞങ്ങൾ ഉളുഹിയത്ത് കൊടുക്കരേമ അല്ല ഉളുഹിയത്ത് വെച്ചൊല്ലേമ. എന്താ ഞങ്ങൾ ചൊല്ലേ? ഉളുഹിയത്ത് കൊടുക്കരേന്ന് ചൊല്ലുമ്പോ അത് ആൾമാർക്ക് സദക്കയാക്കുകയല്ലേ. അപ്പൊ അതായിട്ട് ഉളുഹിയത്ത് മുഴുവനും കൊടുക്കുക. വേണമെങ്കിൽ ലിവർ തെല്ല് ഔത്തരങ്ങ കറിയാക്കി തിന്നൊക്കെ സുന്നത്തുണ്ട്. അത് വറക്കത്തുക വേനായിട്ട്. അതിപ്പോ ലിവറേ ആവണിട്ടില്ല, വേറെ ഇടത്തെങ്കിലും ഔത്തരം കിടക്കുക. അവർക്കെല്ലാം ഔത്തരങ്ങ തിന്ന സുന്നത്തായ ഉളുഹിയത്തിൽ നിന്ന്. ഒന്നും വിക്കുകയോ നശിപ്പിക്കുകയോ തീരാം. അതിലെ അർത്ഥം ഉണക്ക് സമ്പലായിട്ട് കൊടുക്കുകയും തീരാം. അർത്ഥറായത്തിൽ വെച്ചിട്ടായിട്ട് കൊടുക്കേണ്ടത്. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടില്ല. അർത്ഥറായത്തിൽ വെച്ച് കൊടുക്കാൻ ചൊല്ലുമ്പോഴത്തോ ഇപ്പൊ ഫർളായ ഉളുഹിയത്താകുമ്പോ എല്ലാം അവിടെയും കൊടുക്കണം എന്നുള്ളതാണ്. സുന്നത്തായ ഉളുഹിയത്താകുമ്പോൾ ഒരു തെല്ല് കൊടുക്കുക ഫർളല്ല. അപ്പൊ അർത്ഥറായത്തിൽ ഒരു തെല്ല് സദക്കയാക്കിട്ട് ബാക്കിന്നത് പിന്നെ മൊത്തം കൊണ്ടാവും. എന്തെങ്കിലും ഇന്നത്തെ കാലത്തിലുള്ള ഉളുഹിയത്ത് എല്ലാ പക്കത്തും സൗകര്യം എല്ലാം അർക്കവും. ആടിന്റെ അർക്ക പയ്യന്റെ ആകുമ്പോ അത്ര സൗകര്യമാവില്ല.
അപ്പൊ അതുകൊണ്ടിട്ട് ചില ആൾമാർ വേറെ പക്കത്ത് അറക്കേണ്ടി വന്നു. അപ്പൊ ആ അർത്ഥ ആയത്തിൽ ഒരു തെല്ല് സദക്കയാക്കാം. പക്ഷെ ഫർദായത് അവിടെ കൊടുക്കുക, ബാക്കിയുള്ളത് ഒന്ന് കൊണ്ടുപോവാം, അങ്ങനെ ആക്കി ഇതാക്കാം. പിന്നെ അപ്പൊ തോല് അവിടെ വെക്കടെ ഫക്കീർ മിസ്കിന്മാർ കൊടുത്ത അങ്ങ് ബിക്കുക, അങ്ങ് ബിക്ക. അപ്പൊ ആരെങ്കിലും ഒരു ഫക്കീറോ മിസ്കിനോ എടുത്തെല്ലാം ഉണ്ടെങ്കിൽ അവന് കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരെയും കേക്കിടാറാട്ട നോക്കാം. പിന്നെ അവിടെ അത് വെച്ചിട്ട് നാറുണ്ടാകുമ്പോ പിന്നെ എന്താ അതൊരു പൂത്തകൊല്ല തെരുവേ ഉള്ളേ. അങ്ങനെ നോക്കട്ടെ, ആരെടുത്തുള്ള എടുത്തില്ല, അത് നാറുക ഇതാവുള്ളൂ, ഇവിടെ ഇത് വാസന വേണ്ട എന്നാ ഒരു ഗുലി എടുത്ത് കൂത്തരേ. പിന്നെ അങ്ങനെ ചെയ്യുക. പിന്നെ ഉളുഹിയത്ര സമയം പെരുന്നാളിലുണ്ട് ഞങ്ങളെ പള്ളിയുടെ ഖുതുബ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അർക്കൊക്കെ സുറുവായിട്ടുണ്ടെങ്കിൽ 4 നാളത്തോളം അണ്ടത്തെ 4 സേരിട്ട് 4 നാൾ അയ്യാമുത്തശ്രീക്കിടെ ലാസ്റ്റ് അസറത്തോളത്ര സമയമുണ്ട്. ഇതായിട്ട് കിട്ടാത്ര സമയം. പിന്നെ ഉളുഹിയത്ര സുന്നത്തുകൾ ദുൽഹിജ്ജ 1 മുതൽ താടി, ഉഗുറും, മുടി ഇതുപോലത്തെ ഒന്നും ശരീരത്തെ നീക്കാണ്ടിക്കൽ സുന്നത്തായിട്ട്. നീക്കിയെങ്കിലോ പുറത്ത് ഉഗുറെടുത്ത അവനിപ്പോ 10 നാളായിട്ട് പെരുന്നാളിന് 3 നാൾ തന്നെ ആയിട്ട് ഉളിയത്ത് കൊടുക്കോ തീരുമാനാക്കട്ടെ. അപ്പൊ ನಾನು ഇത്തരത്തിലുള്ള ഉഗുറും മുടി എടുത്തിട്ടായിട്ട് തൊന്തരില്ല. എന്നെ കൊടുക്കുക ഉദ്ദേശിച്ചവൻ എടുത്തെങ്കിലും ഉളിയത്ത് കൊടുക്കടേക്കൊന്നും ബുദ്ധിമുട്ടില്ല കൊടുക്ക. അതൊരു സുന്നത്ത് ഉണ്ട്. പുറത്ത് ഉഗറെടുത്തത് കൊണ്ട് ഉളിയത്ത് കൊടുക്കുക, അവൻ ഫസ്റ്റ് കൊടുക്കുന്നുണ്ട് ഭരിച്ചിട്ടില്ല, പിന്നെ ആയിട്ട് കൊടുക്കുക ഉദ്ദേശിക്കരുത്. അപ്പൊ താടിയും ഉഗുറെല്ലാം എടുത്തിട്ടായിട്ട് തൊന്തരയില്ല, കൊടുക്കടേക്ക് ഒന്നും തൊന്തരയില്ല, കൊടുക്കാം. ദുൽഹിജ്ജ 1 മുതൽ ആർക്കട കൊടുത്തോലോ എടുക്കാൻ ടിക്കൽ സുന്നത്തായിട്ടിക്കട്. കാരണം ഒരു മൃഗത്തെ അറുക്കുമ്പോ എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടും. അപ്പൊ ഞങ്ങൾ ശരീരത്തെ യാറത്തെ ഭാഗത്തും ഞങ്ങൾ ഉഗുറുക്കും മുടിക്കും എല്ലാത്തും ಅದರ ಪ್ರತಿಫಲ കിട്ടുകയായി, ಅದರ ആ ഗുണം കിട്ടുകയായി. അത് ഉഗുറു മുടിയെല്ലാം അങ്ങനെ വിട്ടുവിട്ടേ എന്നുള്ളതാണ്. അത് ആ സമയത്ത് നീക്കാണ്ടിക്കടേ എന്നുള്ളത്. പിന്നെ അറുക്കുക നല്ല താക്കത്ത് തീരിയവനും ഗൊന്തുള്ളവനും കണെ അവನಿಗೆ അറുക്ക, അതാ നല്ലത്. ಏನಲ್ಲ ಅವನ ಆ ಥರ ತೆರಿಲ್ಲ, ಆ ಥರ ತಾಕತ್ತಿಲ್ಲ, പേടി ചോര കണ്ടങ്കാവില്ല എന്നാ അറക്കുക ಬೇನಾയി പിന്നറാതെ ഏൽപ്പിക്കാം. ഇനി അവിടെ ഞങ്ങൾ ഏൽപ്പിച്ചെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഹാജരാവുക തീരെങ്കിൽ ഹാജരാവാം. മാതി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങ ചെന്ന് നിന്റെ ഉളുഹിയത്തുക്ക് നീന് അറുക്കടല്ലേ, അവിടെ പോയിട്ട് നില്ല്, നീന് ഹാജരാവും. അവിടെ ആ ചോരക്ക് എന്താ ഭൂമിക്ക് ഇത്രയ്ക്കും ഒന്നുള്ളൂ അള്ളാഹുടെ അടുക്കൽ അതിന്റെ പ്രതിഫലം അള്ളാഹു കണക്കാക്കുക എന്നുള്ളതൊക്കെ മാതി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെന്ന് എന്നിട്ട് ചെന്ന് നീ ചൊല്ലു ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. നീ അവിടെ ചൊല്ലുക എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മോൾ ഫാത്തിമ ബീവിക്ക് ഉളുഹിയത്ത് കൊടുക്കുമ്പോൾ അവിടെ ചൊല്ലുകവേനായി ഏൽപ്പിച്ചിട്ടുണ്ട്. ചൊല്ലുകവേനായി ചെന്ന് നീ അവിടെ അവിടെ ഹാജറാവും, ഇങ്ങനെ ചൊല്ലു എന്നുള്ളത്. അപ്പൊ ഹാജറാവാം. ഇല്ല ഉത്തരവിടെ ഞങ്ങൾ അറക്കുക, ആടെല്ലാം അങ്ങനെ അറക്കുകയോടു സൗകര്യം അവിടെ ഞങ്ങളെ ഫാമിലി എതിരിൽ വെച്ച് ഉത്തരവിടെ തന്ന് അറുക്കുമ്പോഴത്തേക്ക് അതിലെ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് ബിസ്മി ചെന്നിട്ട് അതൊക്കെ തന്നി കുടിപ്പാട്ടിട്ട് അതിലെ കിബിലത്ത് കിടത്തിയിട്ട് നല്ല അതബോട് കൂടെ അറക്കുക എന്നുള്ളതാണ്. പിന്നെ 6 തക്ബീർ ചൊല്ലണം. 3 തക്ബീർ ബിസ്മി ചൊല്ലേക്ക് മുന്നോലും 3 തക്ബീർ ബിസ്മി ചൊന്നൽ പിന്നെ അല്ലാഹുമ്മ ആദിഹി മിൻക വഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് ദുആറക. പിന്നെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഈ ദുആ പിന്നെ ഫാത്തിമ ബീവിക്ക് ചൊന്നു കൊടുത്തില്ലേ, അതും ചൊല്ലാം. ഇന്ന സ്വലാത്തി വനുസുക്കി അല്ലെ, അർത്ഥ ഉടനെ നമുക്ക് അത് ചൊല്ലാം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതായിട്ട് ആ സമയത്ത് പാലിക്കേണ്ട സുന്നത്തുകളൊക്കെ. അപ്പൊ ഉത്തരവിടെ വെച്ച് നമുക്ക് അറുക്കുക തീരിയാൻ കണ്ടെങ്കിൽ അതായിട്ട് ഏറ്റവും നല്ലത്. നല്ല മൂർച്ചയുള്ള കത്തി തഞ്ഞു കുടിപ്പാട്ടി പിന്നെ അതിൽ നല്ല നിലക്ക് വിളിച്ചോണ്ട് പോയിട്ട് പിന്നെ കിബിലക്ക് കിടത്തി ബിസ്മി ചെന്ന് സലാത്ത് ചെന്ന് അല്ലാഹുമ്മ സല്ലി വസല്ലി
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ചൊല്ലണം. ഇങ്ങനൊക്കെ. അപ്പൊ ഉളുഹിയ്യത്ത് അത് ഒരു ഇബാദത്തായിട്ട്, ആ ഇബാദത്ത് അതിൻ്റെതായ അദബുകളൊക്കെ പാലിച്ചു കൊണ്ടാവണം. അല്ലെ, ഒട്ടാസ് അർക്കും പണ്ടയിടോ തീര അങ്ങനെ ചെന്നാല് ഉളുഹിയ്യത്ര മൃഗം കൈക്കാൽ പൊലിഞ്ഞതോ മുടന്തുള്ളതോ ഡാമേജ് ആയതോ ഒന്നും ആവുക തീരാണ്ട് അറുക്കുമ്പോ വരെ അതിലെ കാലൊടിയോഗോ കൈയൊടിയോഗോ തീരാം. ചില ആൾമാർ അതിലെ കിടത്തുമ്പത്തേക്ക് എന്താക്കിടാറ്, കലത്തിൽ പിടിച്ച് പൊളിക്കിടാറ്, കാലിനെ പിടിച്ചിട്ട് വലിക്കിട്ട് അഡ്ഡയിടാറ്. അപ്പൊ കാലിന്റെ മുള്ളുപൂലാവും. അങ്ങനെ ഡാമേജ് വരെ പറകുത്തീർ. അത് ശ്രദ്ധിക്കണം. ഉളുഹിയ്യത്തോടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നായിരിക്കണം. എന്നെ ഈ അഡ്ഡയിടുമ്പത്തും കൈക്കാല് പൊലിയോ തീറ ജാഗ്രത ആക്കണം. കലത്ത് പൊലിയോ തീറ അങ്ങനെ പൊലിഞ്ഞെടുക്കണേ പിന്നെ ഉളുഹിയ്യത്തൊക്കെ ആവില്ല. പിന്നെ ഉളുഹിയ്യത്ത് മൃഗം ഇതൊക്കെ ഇപ്പൊ ഒരാൾ ഞാൻ ഉളുഹിയ്യത്ത് കൊടുക്കലാൻ്റെ നേർച്ചയാക്കിയെങ്കിൽ അത് ഫർദായിട്ട്. അല്ലാണ്ട് തന്നെ ഇപ്പൊ ഉളുഹിയ്യത്ത് ഇപ്പൊ തന്നെ ചൊന്നല്ല 2 വർഷം ആവണം, മൃഗങ്ങളെല്ലാം ന്യൂനതയില്ലാത്ത നല്ല ദപ്പും പുഷ്ടിയുള്ള മൃഗങ്ങളൊക്കെ ആവണം ചെന്നിട്ട്. അതേ സമയത്തോർത്ത ഒരു പൈയുടെ ഒരു ബോരിയുടെ ബലത്തിട്ട് അവൻ ചെന്ന ഇതിനെ ഞാൻ ഉളുഹിയ്യത്ത് കൊടുക്കാൻ. എന്നാ അവൻ ആ ഉളുഹിയ്യത്ത് കൊടുക്കുക കരുതിയ അതിൽ ചൊന്നൽ പിന്നെ നെക്സ്റ്റ് പെരുന്നാൾ എപ്പോ പണ്ടോ വലിയ പെരുന്നാൾ പണ്ടോ അപ്പ അറുക്കണം. അതൊക്കെ 2 വർഷം ആവണിട്ടില്ല. കാരണം ഈ മൃഗത്തെ ഞാൻ ഉളുഹിയ്യത്ത് കൊടുക്കണേണ്ടായിരുന്നു ഇതാക്കിയത്. എന്നാ പിന്നെ നെക്സ്റ്റ് പെരുന്നാൾ എപ്പോ പണ്ടോ അപ്പോ കൊടുക്കണം. അതൊക്കെ പിന്നെ 2 വർഷം ആവണിട്ടില്ല. അതിലെ 2 വർഷമൊക്കെ ആക്കുകയില്ല. സാധാരണ ഉളുഹിയ്യത്ത് ഒരു മൃഗം എടുക്കണമെങ്കിൽ ഒരു ഉളുഹിയ്യത്ത് മൃഗർത്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ 2 വർഷമാണ്. ഒരു ഈ മൃഗത്തെ ഞാൻ ഉളുഹിയ്യത്ത് കൊടുക്കാനാക്കിയിട്ട് ആ മൃഗത്തെ അവൻ നിർണയിച്ച അവന്റെ കയ്യിലുള്ള മൃഗം ആ മൃഗത്തിന് 2 വർഷം ആയിട്ടില്ല. എന്നാൽ അതിന് അവൻ ഉളുഹിയ്യത്ത് കൊടുക്കാനായിട്ട് നേർച്ചയാക്കിയെങ്കിൽ അതൊക്കെ 2 വർഷം ആവണിട്ടില്ല. ആ നേർച്ചയാക്കിയാൽ പിന്നെ ഫസ്റ്റ് പെരുന്നാൾ എപ്പോ പണ്ട് അപ്പൊ കൊടുക്കണം. അപ്പൊ അതിൽ മടം തിന്നെങ്കിലും അതിലും കൊടുക്കണം. അത് കഥേമയാവും. അല്ലാത്തവിടെ ആയിട്ടിട്ട് അങ്ങനെ പാട്ടിച്ചൊന്നതൊക്കെ സാധാരണ ഇങ്ങനെ ഇപ്പൊ ഉളുഹിയ്യത്ത് കണ്ടൊന്ന് ഔത്ത് ബലത്തിട്ട് അതിൽ ഉളുഹിയ്യത്ത് കണ്ടാണ് ബുട്ടാൻറ്റൊത്ത ഇതാക്കിയാൻ കണ്ടെങ്കിൽ ഉളുഹിയ്യത്താക്കിയാൻ കണ്ടെങ്കിൽ അതിൽ പിന്നെ നെക്സ്റ്റ് പെരുന്നാൾ പറയുമ്പോഴത്തേ ആൾക്കാം തന്ന് നീയത്താക്കിയിട്ടില്ലാണ്ട് ഔത്ത് ബലത്തിൽ 2 വർഷത്ത് അങ്ങനെ ഒരു മൃഗത്തെ ഇറക്കണേൻ കണ്ടെങ്കിൽ അതിക്ക് 2 വർഷത്തൊക്കെയാണ്. എവിടെ നമ്മൾ മൃഗം എടുക്കണേൻ കണ്ടെങ്കിൽ നമ്മൾ മൃഗത്തെ നേർച്ച ഒന്നും ആക്കിയിട്ടില്ല. അപ്പൊ ഈ മൃഗം ചൊന്ന് വെക്കുമ്പോഴത്തേക്കും എന്നാ ചൊന്നത് അല്ലാത്തവിടെ ഒരു മൃഗം നാനൊരു ഉളുഹിയ്യത്ത് കൊടുക്കണേൻ്റെ നേർച്ചയാക്കിയാൻ കണ്ടെങ്കിലും അത് ആ നേർച്ച വീടണമെങ്കിൽ 2 വർഷമായത് തന്നെ എടുത്തു കൊടുക്കണം. ഞാൻ ഉളുഹിയ്യത്ത് കൊടുക്കണായിട്ട് നേർച്ചയാക്കിയെങ്കിൽ ഈ ഇതിനെ ഞാൻ ഉളുഹിയ്യത്ത് കൊടുക്കണായിട്ടൊത്ത അവന്റെ ഔത്തുറിൽ നിന്നൊന്നര ഇതാക്കിയാൻ കണ്ടെങ്കിൽ അതൊക്കെ 2 വർഷം ആവണിട്ടില്ല. നെക്സ്റ്റ് പെരുന്നാൾ വരുമ്പോൾ അതിലിറക്കണം ചൊല്ലും. അവിടെ മൃഗ ഇന്നത് നിർണയിച്ചവിടെ. അപ്പൊ അതുകൊണ്ട് ഉളുഹിയ്യത്ത് എന്നുള്ളതൊരു ഇബാദത്തായിട്ട് അപ്പൊ അതിലെ ഷർത്തും സുന്നത്തുകളും പാലിച്ചുകൊണ്ട് അത് ചെയ്യണം. അല്ലെ, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് സുന്നത്താക്കി പഠിപ്പാട്ടി തന്നു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താക്കി പഠിപ്പാട്ടിയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ പാരമ്പര്യത്തിലോട് കൂടി ആയിട്ടിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമുടെ മക്കളായിട്ടിട്ട് നങ്ങല നബി ഉണ്ട്. അപ്പൊ ആ നങ്ങല നബി നമുക്ക് സുന്നത്തായി പഠിപ്പാട്ടി തന്നായിട്ടിട്ട് ഉളുഹിയ്യത്ത് എന്നുള്ളത്. അപ്പൊ അതിലെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് അതോടു കൂടെ ബഹുമാനത്തോടു കൂടെ നിർവഹിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ വളരെ ശ്രേഷ്ഠമുള്ള ഒരു ഇബാദത്ത് അല്ലെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാളിലുണ്ട് ഒരു മനുഷ്യൻ അള്ളാഹു ചെയ്ത ഇബാദത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ആ ഉളുഹിയ്യത്ത് മൃഗം അറുത്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനെ ച്വാര ഭൂമികത്തിലേക്ക് മുന്നോട്ട് അള്ളാഹിന്റെ അടുക്കൽ അത് സ്ഥാനം പിടിച്ചിട്ടേത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളുഹിയ്യത്തിനെ സംബന്ധിച്ച് ചുമതല. അതുകൊണ്ട് തീര്യങ്ങൊക്കെ ഉളുഹിയ്യത്ത് കൊടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹലാലായി റിസ്ക് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. കാതോർക്കളെ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് കാത്തു കൊടുത്തേങ്ങ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളെ ചാനലിൽ ഹദീസ് ക്ലാസ്, ഖുർആൻ ക്ലാസ് ഇൻഷാ അല്ലാഹ് വന്നോണ്ടിക്കറ്, അതും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, കാതു കൊടുക്കുക. അള്ളാഹു നാഫിയായ ഇൽമ നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു എത്തിത്തറട്ടെ. കുറെ ആൾമാർ ഞങ്ങൾ എപ്പോഴും ക്ലാസ് കാതു കൊടുക്കണമെന്നുള്ളത്. അള്ളാഹു നമുക്കൊക്കെ ധാരാളം ബറക്കത്ത് നമുക്കും ഞങ്ങൾക്കും അള്ളാഹു ചൊരിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.